ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. നിങ്ങൾക്ക് സീരിയസ് ആയിട്ടും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, പേരൻസിനൊന്നും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കി ലൈഫ് തന്നെ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ട് ഈ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റും. വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുള്ളൂ. ഒരുപാട് സ്റ്റുഡൻസിൻ്റെയും ഹൗസ് വൈഫ്സിൻ്റെയും എല്ലാവരുടെയും ലൈഫ് തന്നെ മാറ്റിയതിന് കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ബിസിനസ് ചെയ്തിട്ടാണ്. ലൈഫൊക്കെ ചേഞ്ച് ആവുന്ന പോലെ അത്രയ്ക്ക് പൈസയൊക്കെ കിട്ടുമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇവരെല്ലാവരും ലക്ഷങ്ങൾ ഉണ്ടാക്കിയത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. 15 വയസ്സിൽ തന്നെ 1 ലക്ഷം 2 ലക്ഷമൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് സ്റ്റുഡൻസ് നല്ലോണം സമ്പാദിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, എന്ത് ചെയ്താണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ആമസോണിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന പോലെ കാണിച്ചു തരാം. ആമസോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു വലിയ കമ്പനിയാണ്. ഇതിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാവും. ഈ എല്ലാ പ്രോഡക്ട്സിനും ഓരോ ലിങ്കും ഉണ്ടാവും. അതാണ് അഫിലിയേറ്റ് ലിങ്ക്. ഇവിടെ നിങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സിന്റെ ലിങ്ക് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ റീല് കണ്ട് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. അതായത് ഇതേപോലത്തെ റീൽസ് ഒക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഓരോ പ്രൊഡക്ട്സ് കാണിച്ചിട്ട് അതിന്റെ ലിങ്ക് ബയോയിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട് പറയും. അപ്പോൾ ഇതാണ് അഫിലിയേറ്റ് ലിങ്ക്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. അതുപോലെ നിങ്ങളിപ്പോൾ ആമസോണിൽ നിന്ന് ഒരു ഷൂവിന്റെ ലിങ്ക് എടുത്ത് പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മളത് പ്രൊമോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആ ഷൂവിന്റെ കുറച്ച് വീഡിയോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇടുന്നു. ആ റീൽ ഒരുപാട് പേര് കണ്ട് ആരെങ്കിലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഷൂ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഷൂവിന്റെ കമ്മീഷൻ നമുക്ക് കിട്ടും. അതുപോലെ ഓരോ ആൾക്കാരും നിങ്ങളുടെ റീൽ കണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഓരോ വട്ടവും നിങ്ങൾക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ നിങ്ങൾക്ക് വെറും എക്സാമ്പിൾ ആയിട്ടാണ് ആമസോണിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന പോലെ കാണിച്ചത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതിൽ ആമസോണും പ്രൊഡക്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് 2 തരത്തിലാണ്, ഫിസിക്കൽ പ്രൊഡക്ട്സും ഡിജിറ്റൽ പ്രൊഡക്ട്സും. ഫിസിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ള പോലത്തെ ഓരോ പ്രൊഡക്ട്സ്. ഈ ഫിസിക്കൽ പ്രൊഡക്ട്സ് നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ 1% തൊട്ട് 10% വരെയാണ്. അതായത് ഈ ടിവിന്റെ വില 20,000 രൂപയാണ്. ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്ത് ആരെങ്കിലും അത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ വെറും 400 രൂപ. അതുകൊണ്ട് ഫിസിക്കൽ പ്രൊഡക്റ്റ് നമ്മൾ അഫിലിയേറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് പൈസ കിട്ടുള്ളൂ. നമ്മൾ എടുക്കുന്ന റിസ്കിന് നമുക്ക് പൈസ കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്ട്സിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും. ഇതിൽ നിന്ന് 70% മുതൽ 90% വരെ നമുക്ക് കമ്മീഷൻ തന്നെ കിട്ടും. അതായത് ഡിജിറ്റൽ പ്രൊഡക്ട്സിൽ നിങ്ങൾ 10,000 രൂപയ്ക്ക് പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ 9,000 രൂപയാണ്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ പേരാണ് മില്യണർ ട്രാക്ക്. മില്യൺ ട്രാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത സേഫ് ആൻഡ് സെക്യൂർഡ് ആയ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് എഡ്യൂക്കേഷണൽ ലേണിംഗ് പ്ലാറ്റ്ഫോം. സോ ഇതിലൂടെ നമുക്ക് പുതിയ ഡിജിറ്റൽ സ്കിൽസ് പഠിച്ചെടുക്കാനും പറ്റും. അതോടുകൂടെ തന്നെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് വീക്ക്ലി 10K to 50K വരെ നമുക്ക് ഈസിയായി ഏൺ ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് ഇനി എങ്ങനെയാണ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരത്തെ ഞാൻ എക്സാമ്പിളായി ആമസോണിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആമസോണിൽ നമ്മൾ പ്രൊഡക്ട്സ് ആണ് സെയിൽ ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ കോഴ്സസ് ആണ് സെയിൽ ചെയ്യുന്നത്. ഇതാണ് മില്യൺ ട്രാക്കിലുള്ള 6 കോഴ്സസ്. ഈ കോഴ്സുകളൊക്കെ സെയിൽ ചെയ്തിട്ടാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നതെന്ന് വീഡിയോന്റെ ലാസ്റ്റ് പറയാം. ഇപ്പൊ നമുക്ക് ഈ കോഴ്സിലൂടെ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ 6 കോഴ്സിൽ തന്നെ ഏറ്റവും 5 ടോപ്പായ കോഴ്സസ് ആണ് സോഫ്റ്റ് സ്കിൽ മാസ്റ്ററി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്ററി, ഓൺലൈൻ മാർക്കറ്റിംഗ് മാസ്റ്ററി, ഫിനാൻസ് മാർക്കറ്റിംഗ്, ഡാറ്റാ സയൻസ്. ഈ കോഴ്സുകളിലൂടെ എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഈസിയായി ചെയ്യാം, ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഇൻസ്റ്റാ റീൽ മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, യൂട്യൂബ് മാർക്കറ്റിംഗ്, മെഷീൻ ലേണിംഗ്, ഇതുപോലെ ഒരുപാട് കോഴ്സുകളാണ് നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതുവരെ കണ്ടതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതിന്റെ മുന്നേ ഇത്ര നേരം നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇതുവരെ ഒരു ബിസിനസ്സും വിജയിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷത്തിന് മേലെ എന്തായാലും വേണം. ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ എമൗണ്ട് ആണ്. എത്രയാണ് നല്ലേ, വെറും 599 രൂപയ്ക്കാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിന് തന്നെ 10-15 കൊല്ലം ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. അതും ഒരു ഉറപ്പില്ലാണ്ട് ജോലി കിട്ടുമോ ഇല്ലെന്ന് ഇപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ടാണ്. ഇവിടെയും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അല്ല ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുക എന്നതിന്റെ കോഴ്സിന്റെ ഫീസാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ 6 കോഴ്സിൽ ഏതെങ്കിലും ഒരു കോഴ്സ് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റും. ഓരോ സെയിലിനും നിങ്ങൾക്ക് കമ്മീഷൻ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്, ഏതൊക്കെ കോഴ്സുകൾ എടുത്താലാണ് നമുക്ക് കൂടുതൽ പൈസ കിട്ടുക എന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോകും. എങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സസ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്യുന്നതെന്ന്. ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ആകെ ഒരു പണിയായിട്ടുള്ളത് സെയിൽ ചെയ്യുന്നത് മാത്രമാണ്. ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് നമുക്ക് അതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ പിടിക്കുന്നത്. എന്തൊക്കെ ടൈപ്പ് റീൽസ് ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഈ അക്കൗണ്ടിലൊന്ന് കയറി നിങ്ങളൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴേക്കും
നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം, എന്തൊക്കെ ടൈപ്പ് റീൽസ് ആണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഗൈഡൻസിൽ എനിക്കറിയുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ കമ്മീഷൻ സ്ട്രക്ചർ ഒന്ന് നോക്കി നോക്കാം. ഈ സൈഡിലുള്ളതാണ് മില്യൺ ട്രാക്കിലുള്ള 6 കോഴ്സസ്. ഇതാണ് ഫസ്റ്റത്തെ കോഴ്സ്, പേഴ്സണൽ ബ്രാൻഡിങ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 രൂപയാണ്. ഇത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ 450 രൂപ. ഈ കോഴ്സ് നമുക്ക് സെയിൽ ചെയ്യാൻ ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ 599 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് മാത്രം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്ര വേണമെങ്കിലും സെയിൽ ചെയ്യാൻ കഴിയും. ഒരു ദിവസം നിങ്ങൾക്ക് 10 സെയിൽ ചെയ്താൽ തന്നെ 4500 രൂപയായി. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഫസ്റ്റത്തെ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ വേറെ കോഴ്സുകളൊന്നും സെയിൽ ചെയ്യാൻ കഴിയില്ല. അതായത് നിങ്ങളുടെ റീൽസ് എല്ലാം കണ്ട് നിങ്ങളുടെ ഒരു കസ്റ്റമർ നല്ലോണം ഇൻട്രസ്റ്റ് ആയിട്ട് മൂന്നാമത്തെ കോഴ്സാണ് അവർ ചൂസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കോഴ്സ് ഒറ്റവട്ടം സെയിൽ ചെയ്താൽ തന്നെ 1850 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ആ കസ്റ്റമർ നമുക്ക് ലോസ് ആവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മൂന്നാമത്തെയോ നാലാമത്തെയോ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. എല്ലാ കോഴ്സസും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ കോഴ്സ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ കോഴ്സും സെക്കൻഡത്തെ കോഴ്സും സെയിൽ ചെയ്യാൻ കഴിയും. പക്ഷേ തേർഡ് കോഴ്സ് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ കഴിയില്ല. തേർഡ് കോഴ്സ് നിങ്ങൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൾ ഫസ്റ്റ് അത് വാങ്ങിയിരിക്കണം. എല്ലാ കോഴ്സുകളും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നാലാമത്തെ കോഴ്സ് ഈ ഒരു പ്രൈസിന് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ 4 കോഴ്സ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും കഴിയും. പിന്നെ നാലാമത്തെ കോഴ്സ് നിങ്ങൾ ഒറ്റവട്ടം സെയിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് 3300 രൂപയും കിട്ടും. പിന്നെ അഞ്ചാമത്തെ കോഴ്സ് ഈ ഒരു പ്രൈസിന് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ ഫസ്റ്റത്തെ 5 കോഴ്സ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും കഴിയും. അഞ്ചാമത്തെ കോഴ്സ് ഒറ്റ സെയിലിന് തന്നെ നിങ്ങൾക്ക് 6500 രൂപ കമ്മീഷനായിട്ടും കിട്ടും. അതേപോലെ തന്നെ ആറാമത്തെ കോഴ്സ് ഈ ഒരു പ്രൈസിന് നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ 6 കോഴ്സ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും കഴിയും. ആറാമത്തെ കോഴ്സ് ഒറ്റ സെയിലിന് തന്നെ നിങ്ങൾക്ക് 9500 രൂപ കമ്മീഷനായിട്ടും കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ ഏറ്റവും ചെറിയൊരു കോഴ്സ് എടുത്ത് 10 വട്ടം സെയിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 4500 രൂപ കിട്ടും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏറ്റവും വലിയൊരു കോഴ്സ് എടുത്ത് 10 സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് 1,00,000 അടുത്താണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയ കോഴ്സ് എടുക്കാണ്ട് കുറച്ചും കൂടി നല്ല കോഴ്സ് എടുക്കും തോറും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കമ്മീഷനും കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട് എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡൗട്ട് ആയിരിക്കും, ഈ കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സെയിലായി പോകുമെന്ന്. ഞാനിപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ എനിക്കും ഇതേപോലത്തെ ഒരുപാട് പേടിയുണ്ടായിരുന്നു, വ്യൂസ് കിട്ടുമോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ എന്തൊരു കാര്യം ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്കറിയുള്ളൂ. പിന്നെ സെയിൽ ചെയ്യുന്നത് ഈസിയാണ്. ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ പോസ്റ്റ് ഒരു 1000 വ്യൂസ് കിട്ടി. ഈ 1000 പേരെടുത്ത് നിന്ന് 100 പേരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു 10 പേരെങ്കിലും ജോയിൻ ആവും. അപ്പോൾ നമ്മൾ ഈ നാലാമത്തെ കോഴ്സ് മാത്രം ഈ 10 ആൾക്ക് സെയിൽ ചെയ്താൽ തന്നെ നമുക്ക് 30,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാരണം കൊണ്ടും പേടിക്കേണ്ട. പിന്നെ നിങ്ങളൊരു പെർഫെക്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റ് ആവണ വരെ എൻ്റെ ഗൈഡൻസ് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആയിക്കോളൂ. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണിത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചേരുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടാനും തുടങ്ങും.